Hello students, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ 4.4 കോർഡിനേറ്റ്സ് ആൻഡ് ബേസിസ് ആണ്. കോർഡിനേറ്റ്സ് ആൻഡ് ബേസിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. കഴിഞ്ഞ ഭാഗത്തെ ഞാൻ പറഞ്ഞിരുന്നു സ്പാനിങ്, ലീനിയർ ഇൻഡിപെൻഡൻസ്, അതുപോലെ കോർഡിനേറ്റ്സ് ആൻഡ് ബേസിസ് 3 സെക്ഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രോബ്ലം ചോദിക്കും, തിയറിയും പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് കോർഡിനേറ്റ്സ്, എന്താണ് ബേസിസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഡെഫിനീഷനിലേക്ക് പോവുകയാണ് എങ്കിൽ ഫസ്റ്റത്തെ പേജിലൊന്നും കാര്യമായിട്ടൊന്നും നോക്കാനില്ല കേട്ടോ. നമുക്ക് ആ ഒരു തേർഡ് പേജിലാണ് ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ ഏകദേശം അവിടെ മുതലാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോണത്. അപ്പോൾ ആദ്യം എന്താണ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്നും ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്നും നോക്കാം. അപ്പോൾ ഈ ഡെഫിനേഷൻ എഴുതുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്താണ് ഒരു ബേസിസ് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഫൈനൈറ്റ് ഡയമെൻഷൻ, ഇൻഫിനിറ്റ് ഡയമെൻഷൻ നോക്കിയിട്ട് നമുക്ക് ബേസിസിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഒരു വെക്ടർ സ്പേസ്? വി ഈസ് സെറ്റ് ടു ബി ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇഫ് ദർ ഈസ് എ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി ദാറ്റ് സ്പാൻസ് വി. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ ആണ് എന്ന് പറയണമെങ്കിൽ വെക്ടർ സ്പേസിനകത്ത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റ്, ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എണ്ണാൻ പറ്റുന്നത്, വിരലിൽ എണ്ണാവുന്ന അത്രയും അല്ലേ, വിരലിൽ എണ്ണാവുന്ന അത്രയും. അപ്പോൾ ദർ ഈസ് എ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വി ദാറ്റ് സ്പാൻസ് വി. വെക്ടർ സ്പേസ് വിയെ സ്പാൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഫൈനൈറ്റ് സെറ്റ് നമുക്ക് വിക്കകത്ത് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെക്ടർ സ്പേസിന് നമുക്ക് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്ന് പറയാം. ഇപ്പോൾ അവിടെ ഒരു ഇൻഫിനിറ്റ് സെറ്റാണുള്ളത് എങ്കിൽ, വിയെ സ്പാൻ ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റ് സെറ്റാണുള്ളത് എങ്കിൽ then V is said to be infinite dimensional if no such set exist. ഫൈനൈറ്റ് സെറ്റ് ഇല്ല എങ്കിൽ നമ്മളതിനെ ഇൻഫിനിറ്റ് സെറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഫൈനൈറ്റ് സെറ്റ് ഇല്ല എങ്കിൽ നമുക്ക് അങ്ങനത്തേനൊക്കെ എന്ത് പറയാം, ഇൻഫിനിറ്റ് ഡയമെൻഷനൽ ആണെന്ന് പറയാം. ഓക്കെ, ഫൈനൈറ്റ് സെറ്റ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ബാക്കി എല്ലാത്തിനെയും കൂടി നമുക്ക് ഇൻഫിനിറ്റ് ഡയമെൻഷനൽ ആണ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്നും എന്താണ് ഇൻഫിനിറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്നും മനസ്സിലായല്ലോ. ഇനി ഡയമെൻഷൻ എന്താണെന്നുള്ളത് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എന്താണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ? എന്താണ് ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ? ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ബേസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ആ ബേസിസിലുള്ള എലമെൻറ്റ്സ് ഉണ്ട്. എന്ത് സാധനത്തിൻ്റെ ആയാലും ബേസിസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ ഉണ്ടായിരിക്കുന്നത് ഈ 26 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ആ ലെറ്റേഴ്സ് പലതും പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതിലെ ഓരോ വേർഡ്സും ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ വേർഡ്സും ഫോം ചെയ്തിട്ടാണ് ഓരോ സെൻറ്റൻസസ് ഉണ്ടായിരിക്കുന്നതും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. അതുപോലെ അപ്പോൾ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധനത്തിൻ്റെയും ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബേസിസ് ഉപയോഗിച്ച് ആ സാധനത്തിനെ കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. അതാണ് ഒരു ബേസിസ് എന്നുള്ളതിൻ്റെ ജനറൽ അല്ലെങ്കിൽ കോമൺ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അതേ ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ ആ ബേസിസ് യൂസ് ചെയ്ത് ആ വെക്ടർ സ്പേസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റണം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ലീനിയർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് പുതിയ പുതിയ എലമെൻസിനെ ഉണ്ടാക്കാറ്. ഇവിടെ ആ ലീനിയർ കോമ്പിനേഷനാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറ് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഡെഫിനേഷൻ എന്നുള്ളത്? അപ്പോൾ ഇതാണ് ഡെഫിനേഷൻ വരുന്നത്. ഇഫ് എസ് ഈക്വൽ ടു V1 V2 എക്സെട്ര Vn, ഫൈനൈറ്റ് തന്നെ ഉള്ളൂ എന്ന് കാണിക്കാനാണ് വി എന്നുള്ള അവസാനത്തെ മെമ്പറിനെയും കൂടി കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇത് എക്സെട്ര കുറേ എലമെൻറ്റ്സ് വരും. അപ്പോൾ ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആൾക്കാരുള്ളൂ എങ്കിൽ V1 V2 എക്സെട്ര Vn ആൾക്കാരാണുള്ളത്. ഈസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ് ഇൻ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി. ദെൻ എസ് ഈസ് കോൾഡ് എ ബേസിസ് ഫോർ വി. എസ്സിനെ വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് എന്ന് പറയണമെങ്കിൽ ഈ ഫൈനൈറ്റ് സെറ്റായ എസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് ഇതൊക്കെയാണ്. എസ് ഷുഡ് സ്പാൻ വി. എസ് സ്പാൻസ് വി ആയിരിക്കണം. എസ് വിയെ സ്പാൻ ചെയ്യണം. എസ് വിയെ സ്പാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? സ്പാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മീനിങ്? എസ്സിലെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് വിയിലെ എല്ലാവരെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. വിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് എസ്സിലെ ആൾക്കാർ എന്ന് പറയുന്നത് ആരൊക്കെയാ? V1 V2 എക്സെട്ര വി എന്ന് പറയുന്ന വെക്ടേഴ്സ്. അപ്പോൾ വിയിലെ ആരെ എടുത്താലും എസ്സിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റണം.
അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുക, എസ് സ്പാൻസ് വി എന്ന് പറയുക അല്ലേ. എസ് കൊണ്ട് വിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എസ്സിലെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി വിയിലെ എല്ലാ എലമെന്റ്സിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള മീനിങ്ങിലാണ് എസ് സ്പാൻസ് വി എന്ന് നമ്മൾ പറയാം. അപ്പോൾ ബേസിസ് ആവാൻ വേണ്ട ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, എസ് സ്പാൻസ് വി ആയിരിക്കണം. മാത്രമല്ല രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഈ എസ് എന്ന് പറയുന്ന സെറ്റ് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് സെറ്റ് ആയിരിക്കണം. അതും എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഏത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ ആകെ എന്ത് മാത്രമേ പാടുള്ളൂ, 0 0 0 എന്ന് പറഞ്ഞാൽ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. അതൊരു റിസൾട്ട്. അതല്ലെങ്കിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് പറയാൻ നമ്മളെപ്പോഴും വേറൊരു കാര്യം പറയാറുള്ളത്, ഇതിലെ ആരെയും മറ്റുള്ളവരുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനായിട്ട് പറ്റരുത്. അങ്ങനെയാണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. അപ്പോൾ 2-3 ഡെഫിനേഷനാണ് ലീനിയർ ഇൻഡിപെൻഡൻസിന് വരുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നല്ലോണം ഓർത്ത് വയ്ക്കുക. ഒരു ഫൈനൈറ്റ് സെറ്റ് ഇൻ വി ബേസിസ് ആണ് വിയുടെ എന്ന് പറയണമെങ്കിൽ ആ സെറ്റ് വിയെ സ്പാൻ ചെയ്യണം. മാത്രമല്ല ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുകയും വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ട്ടാ ബേസിസിൻ്റെ. ഇനി നമ്മൾ എക്സാമ്പിൾ കാണാൻ പോകുന്നത് ഓരോ പെർട്ടിക്കുലർ വെക്ടർ സ്പേസുകളുടെയും ബേസിസ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം RNൻ്റെ, എപ്പോഴും നമ്മൾ RN എന്നുള്ള എക്സാമ്പിളാണ്, ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ആദ്യം നമ്മൾ RNൻ്റെ ബേസിസ് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് എപ്പോഴും പരിചയമുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് വെക്ടേഴ്സ് E1 E2 എക്സെട്ര EN എന്നുള്ളത്. അപ്പോൾ E1 ഈക്വൽ ടു 1 0 0, E2 ഈക്വൽ ടു 0 1 0 0 എക്സെട്ര EN ഈക്വൽ ടു 0 0 1. ഇത് നമുക്കറിയാം. ഇത് ഈ ഓൾറെഡി നമ്മൾ എക്സാമ്പിളിൽ കണ്ടിട്ടുണ്ട്. ഈ സെറ്റ് RNനെ സ്പാൻ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം RNലെ ഏത് മെമ്പറിനെ എടുത്താലും E1 E2 എക്സെട്ര ENകളുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ മുമ്പേ കണ്ടതാണ്. അത് സ്പാനിങ് എന്നുള്ളത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റാണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതും ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ കേസിൽ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങളിവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം കേട്ടോ. ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 കാര്യങ്ങളും നിങ്ങളവിടെ പ്രൂവ് ചെയ്യണം. സ്പാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കാണിക്കണം, അതിനൊപ്പം തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതും കാണിക്കണം. അപ്പോൾ അത് ഓൾറെഡി മുമ്പത്തെ സെക്ഷനുകളിൽ ഡിസ്കസ് ചെയ്ത കാരണം കൊണ്ടാണ് അവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാത്തത്. പക്ഷെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോഴോ പ്രോബ്ലം ചെയ്യുമ്പോഴോ ഈ 2 പ്രോപ്പർട്ടിയാണ് അവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പാനും ചെയ്യുന്നുണ്ട്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ദ സെറ്റ് E1 E2 എക്സെട്ര EN ഈസ് എ ബേസിസ് ഫോർ RN എന്ന് പറയാനായിട്ട് പറ്റും. ഈസ് എ ബേസിസ് ഫോർ RN. മോറോവർ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ RN. ഇനി ഇതല്ലാതെ RNന് വേറെ ബേസിസ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ, നമുക്ക് നോക്കേണ്ടി വരും. ചിലപ്പോൾ മേ ബി ഉണ്ടാവാം, വേറെ ബേസിസുകൾ ഉണ്ടാവാം. വേറെ സ്പാൻ ചെയ്യുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ബേസിസ് അവിടെ ഉണ്ടായിരിക്കാം. ബേസിസ് യുണീക്ക് ഒന്നും അല്ല കേട്ടോ, ഒരേ ഒരു ബേസിസ് ഉണ്ടാവുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്നിലധികം ഉണ്ടാവാം. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുന്ന ഈ പർട്ടിക്കുലർ സെറ്റ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ RN എന്നാ പറയാം. ഇത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കും. വേറെ ഉള്ളതൊക്കെ ചിലപ്പോൾ നമ്പറൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാത്തിനെയും നമുക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെപ്പോഴും നമുക്ക് RNൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസിസ് ആണിത്. ആ സ്റ്റാൻഡേർഡ് ബേസിസ് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. E1 E2 എക്സെട്ര ENകളാണത്. പിന്നെയുള്ളതൊക്കെ വേറെ എക്സ്ട്രാ ഉണ്ടാവാം, പക്ഷെ അതെല്ലാം കൂടെ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ജസ്റ്റ് ആ സമയത്ത് മാത്രം ചെക്ക് ചെയ്ത് നോക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ കേസ് പറയുന്നുണ്ട്. R3യുടെ കേസ് എടുക്കുകയാണെങ്കിൽ, R3 ട്യൂപ്പിൾസിൻ്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ RNൽ ഇതാണ് ബേസിസ് എങ്കിൽ, സ്റ്റാൻഡേർഡ് ബേസിസ് എങ്കിൽ R3യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തായിരിക്കും? 1 0 0 0 1 0 0 0 1 അല്ലേ. R2ൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്തായിരിക്കും? 1 0 0 1 അല്ലേ. അത് ഓർഡർ തെറ്റിക്കരുതിട്ട്, ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതാണ് RNൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് വരുന്നത്. ഇതുപോലെ R4 ആയാലും R5 ആയാലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പറയാനായിട്ട് പറ്റും. അടുത്തത് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ PN ആണ്. PN എന്താണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അതൊരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്ക് എങ്ങനെയും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. PN എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ്. പോളിനോമിയൽസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ PN എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ PN എന്ന് പറയുമ്പോൾ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരണ പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ്. 0 1 2 3 എക്സെട്ര അപ് ടു n ഡിഗ്രി വരെ ഉള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് PN എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് ദ സെറ്റ് 1x x² എക്സെട്ര x റേസ് ടു n ഈസ് എ ബേസിസ് ഫോർ ദ വെക്ടർ സ്പേസ് PN ഓഫ് പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n ഓർ ലെസ്. ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന പോളിനോമിയൽസിൻ്റെ വെക്ടർ സ്പേസ് ആണ് PN. ആ PNൻ്റെ ബേസിസ് ആണ് 1x x² എക്സെട്ര x റേസ് ടു n എന്ന് പറയുന്ന സെറ്റ്.
എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓൾറെഡി ഇത് സ്പാൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പാനിങ് പഠിച്ചപ്പോൾ ഈ സെറ്റ് ഈ പി എന്നിനെ സ്പാൻ ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതും രണ്ടും പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഏതെങ്കിലും പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് നോക്കിയാൽ മതി. ഇതവിടെ കാണിച്ചിട്ടുണ്ട്. We must show that the polynomials in S are linearly independent and span Pn. Let us denote the polynomials by P naught equal to 1, P1 equal to x, P2 equal to x square, etc. Pn equal to x raised to എന്നുള്ള ജസ്റ്റ് നൊട്ടേഷൻ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ രണ്ട് പ്രോപ്പർട്ടി ഇവിടെ താഴെ കാണിക്കാൻ പറ്റും. ഓൾറെഡി അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ഇനി അത് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. സ്പാൻ ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. അപ്പോൾ സം a1 a naught p naught plus a1 p1 plus a2 p2 plus etc plus an pn എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് a naught plus a1 x plus a2 x square plus etc an x raised to n എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, സ്പാനിങ്ങിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എല്ലാവരെയും അത് ആ രീതിയിൽ സ്പാൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജനറൽ ആയിട്ടുള്ള ഏത് nth ഡിഗ്രി ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും അതിനെയൊക്കെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എഴുതി വെച്ചാൽ സ്പാനിങ് എന്നുള്ള പ്രോപ്പർട്ടി അങ്ങനെ പ്രൂവ് ചെയ്യാം. അത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അതുപോലെ ലീനിയർ ഇൻഡിപെൻഡൻസ് കാണിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ലീനിയർ കോമ്പിനേഷനെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. a naught into 1 plus a1 into x plus a2 into x square plus etc plus an into x raised to n ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ആ 0 എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് 0 പോളിനോമിയലാണ്. അപ്പോൾ അത് 0 പ്ലസ് 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ. ആ സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് ലീനിയർ ഇൻഡിപെൻഡൻസ് പഠിച്ചപ്പോൾ. അതപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കോഫിഷ്യൻറ്റും ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് മാത്രമേ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ 0 സൊല്യൂഷൻ, അതായത് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ലീനിയർ ഇൻഡിപെൻഡൻ്റ് കൂടിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ആ രണ്ട് പ്രൂഫും നമ്മൾ മുമ്പ് പഠിച്ച പ്രൂഫുകൾ അവിടെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റ് സ്പാൻ ചെയ്യും, ഈ പി എന്നിനെ സ്പാൻ ചെയ്യുമെന്നും പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും പറയാൻ പറ്റും. ആ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ദി സെറ്റ് എസ് ഈസ് എ ബേസിസ് ഫോർ പി എൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ പി എൻ. ഞാൻ പറഞ്ഞല്ലോ വേറെ ഉണ്ടാവാം, നമുക്കറിയില്ല. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ബേസിസ് എപ്പോഴും നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഇതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം കേട്ടോ. പോളിനോമിയൽ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് 1 x സ്ക്വയർ എക്സെട്ര എക്സ് റേസ് ടു n ആണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് ആ രണ്ട് സ്റ്റെപ്പ് ഞാനവിടെ പറയാത്തത്. നിങ്ങളത് പഠിക്കുക മുമ്പത്തെ നോക്കിയിട്ട്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അനദർ ബേസിസ് ഫോർ R3. R3യുടെ ഓൾറെഡി നമ്മൾ 1 0 0 0 1 0 0 0 1 ബേസിസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതാ വേറൊരു ബേസിസ് ഫോർ R3 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. V1 ഈക്വൽ ടു 1 2 1, V2 ഈക്വൽ ടു 2 9 0, V3 ഈക്വൽ ടു 3 3 4 ഈസ് എ ബേസിസ് ഫോർ R3 എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ C1 V1 പ്ലസ് C2 V2 പ്ലസ് C3 V3 ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. പിന്നെ അതവിടെ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങളിത് കൊടുക്കുക, ഇവിടെ V1 വാല്യൂ കൊടുക്കുക, V2 വാല്യൂ കൊടുക്കുക, V3 വാല്യൂ കൊടുക്കുക. അപ്പോൾ 3 ഇക്വേഷൻസ് കിട്ടും. ആ 3 ഇക്വേഷൻസിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ സോൾവ് ചെയ്യുക. അറിയാലോ, സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സൊക്കെ അറിയാലോ. അങ്ങനത്തെ പ്രോബ്ലംസ് ഇഷ്ടം പോലെ ചെയ്തതാണ്. എന്നിട്ട് C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0, C3 ഈക്വൽ ടു 0 മാത്രമാണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യുക. ആ സ്റ്റെപ്പ് അപ്പോൾ അവിടെ ചെയ്തിട്ടില്ല, അത് നിങ്ങൾ ഹോംവർക്കായിട്ട് അവിടെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് സ്പാൻ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനായിട്ട് എത്ര എഴുതി വെച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ആ സ്റ്റെപ്പ് സോൾവ് ചെയ്ത് തന്നെ കാണിക്കണം. പിന്നെ അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇത് സ്പാൻ ചെയ്യുന്നു എന്നാണ്. സ്പാൻ ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് ഒരു വെക്റ്റർ B1 B2 B3 ഇൻ R3 നമ്മൾ സെലക്ട് ചെയ്തു. B ഈക്വൽ ടു B1 B2 B3 എന്നുള്ളത് എടുത്തു. എന്നിട്ട് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു B എന്ന് കൊടുത്തു. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു B എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ B എന്ന് പറഞ്ഞാൽ B1 B2 B3 ആണ്. അപ്പോൾ ഇതാ ഇവിടെ താഴെ ലീനിയർ ഇൻഡിപെൻഡൻസിന് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് ഇക്വേഷനാണ് കിട്ടുക. സ്പാൻ ചെയ്യുന്നതിന് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു സെറ്റ് ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ മെട്രിക്സ് രണ്ടിൻ്റെയും കോഎഫിഷ്യൻ മെട്രിക്സ് സെയിം ആണ്. കോഎഫിഷ്യൻ മെട്രിക്സ് എടുക്കും. ആ കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഡിറ്റർമിനൻ്റ് A നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ആ ഡിറ്റർമിനൻറ്റിൻ്റെ മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ സ്പാൻ ചെയ്യുന്നു എന്നുള്ളത് കണ്ടോ, ഓരോന്നിനെയും നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇത് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
സ്പാൻ ചെയ്യുന്നു എന്നുള്ളതും അതുപോലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതും ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ